ഒരു സദസ്സിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാമിക നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് അത്യുജ്വലവും അതിമനോഹരവും ഈടുറ്റതുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക പ്രസ്ഥാനമായ SKSSF ബദരിയ ശാഖ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രഭാഷണ വേദിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. SKSSFന്റെ 4ാം വാർഷികാഘോഷവും അതുപോലെ ഇന്ന് മജ്‌ലിസുന്നൂറും കൂട്ടപ്രാർത്ഥനയും നടക്കാനുമുണ്ട്. വളരെ അനുഗ്രഹീതമായൊരു മജ്‌ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയകരമാക്കി തീർക്കുമാറാവട്ടെ. എല്ലാവിധ അനുഗ്രഹവും അല്ലാഹു നൽകുമാറാവട്ടെ. അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് മദ്രസ വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ SKSSFന്റെ പ്രവർത്തകരായ ചുണക്കുട്ടികളായ വിദ്യാർത്ഥി സംഘടനയായ SKSSFന്റെ എല്ലാ ഊടും പാവവും നൽകിക്കൊണ്ട് പൂർണ്ണമായി പ്രവർത്തന നിരതരാകുന്ന നമ്മുടെ ബദരിയ ശാഖ കമ്മിറ്റിയുടെ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രാജ്യത്തിന്റെയും ഭാവിയാണ് വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, മതസംഘടനയുടെ, അതുപോലെ എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, പാർട്ടികൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ, നമ്മുടെ രാജ്യത്തിലും മറുനാടുകളിലും എല്ലായിടങ്ങളിലും നിലകൊള്ളുന്ന എല്ലാ സംഘടനകൾക്കും, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സംഘടനകളായാലും അതുപോലെ എന്തെല്ലാം പ്രവർത്തനം നടത്തുന്ന വ്യക്തികളുണ്ടോ, സംഘടനകളുണ്ടോ, പ്രസ്ഥാനങ്ങളുണ്ടോ, അതിന്റെ എല്ലാം കാമ്പും കാതലും വിദ്യാർത്ഥി സമൂഹമാണ്, യുവ സമൂഹമാണ്. ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പ്രവർത്തകരെ ഖൈറിന്റെ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, വിദ്യാർത്ഥി സമൂഹത്തെ ശരിയായ പാതയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കൂടി ആലോചിച്ച് തീരുമാനിച്ച വളരെ അത്യുജ്വലവും ഉത്കൃഷ്ടവുമായ സുശക്തവും സുദൃഢവുമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് SKSSF എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകരെ എല്ലാം പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം വളരെ കുറവുമാണ്. ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യവും ലളിതവുമാണ്, അതോടൊപ്പം ഗൗരവമുള്ളതുമാണ്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എല്ലാം ലളിതമാണ്, അതോടൊപ്പം ഗൗരവമുള്ളതുമാണ്. കുടുംബജീവിതം വളരെ ഗൗരവമുള്ളതും വളരെ ലളിതവുമാണ്. അങ്ങനെയുള്ള കുടുംബജീവിതത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക എന്താണ് എന്നതുകൂടെ നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം നമ്മുടെ വിഷയം കുടുംബജീവിതം നബവി മാതൃകയിലൂടെ എന്നതാണ്. കുടുംബജീവിതം പ്രവാചക മാതൃകയിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക എന്താണ് എന്ന് ചർവണം ചെയ്യുന്ന വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി സംസാരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയം എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുകയില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പുരുഷന്മാരുടെ വിഷയം, സ്ത്രീകളുടെ വിഷയം. പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ സ്ത്രീകൾ വലിയ അഭിമാനത്തോടു കൂടിയിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ പുരുഷന്മാരും ഒന്ന് ഞെളിഞ്ഞിരിക്കും. രണ്ടു കൂട്ടരുടെയും വിഷയം പൂർണ്ണമായി ചർച്ച ചെയ്യാതെ ഈ വിഷയം അവസാനിപ്പിച്ചാൽ രണ്ടു കൂട്ടരും എന്തോ ഒരു അങ്കലാപ്പിലായി, ആശങ്കയിലായി ഈ സദസ്സിൽ നിന്ന് പിരിയേണ്ടി വരും. അതുകൊണ്ട് വളരെ കാര്യപ്രസക്തമായ ഈ വിഷയം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക എന്തായിരുന്നു, ഹബീബായ തങ്ങളുടെ പത്നിമാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചർവണം ചെയ്യേണ്ട ഈ സദസ്സിൽ എല്ലാവരും അക്ഷമയായി ഇരിക്കാതെ എല്ലാവരും വളരെ ക്ഷമയോടുകൂടി ഇരിക്കണമെന്ന് വിനീതമായി ആമുഖമായി നിങ്ങളോട് ഉണർത്തുകയാണ്.